എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പിന്നെ പിന്നെ കൊഞ്ച് മേടിച്ചിട്ടുണ്ട്. നമ്മൾ വേണ്ട ഇവിടെ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. കൊഞ്ച് ചെറിയ കൊഞ്ച, നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ച കൊഞ്ച. പൊളിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം നമുക്കത് ഇന്ന് നമുക്കൊന്ന് കൊഞ്ച് തീയൽ വെച്ചാൽ. അപ്പം ഞാൻ തേങ്ങ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. കൊഞ്ച് തീയൽ വെക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കും. അപ്പം നമ്മൾ കൊഞ്ച് തീയലും വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേണ്ട ഈ നെത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നലെ എല്ലാം കഴുകി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിന്ന് വറുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ തേങ്ങ അതേണ്ട് വറുത്ത് വെച്ചേക്കുക തീയലിനരയ്ക്കാൻ. അപ്പം ഞാൻ നിങ്ങളെ ഇനി കൊഞ്ച് തീയൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. അപ്പം നമ്മൾ കൊഞ്ചൊന്ന് പൊളിക്കാൻ പോവുക. ഇനി ഇവിടെ താഴോട്ടിരുന്ന് നമുക്ക് ഈ കൊഞ്ചൊന്ന് പൊളിച്ചെടുക്കാം. ഭയങ്കര പാടായി കൊഞ്ച് പൊളിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞു കൊഞ്ചല്ലി. അപ്പം നമുക്ക് കൊഞ്ചെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് വലിയ കൊഞ്ച് മാത്രം ഇനി എടുക്കാൻ, ബാക്കിയൊക്കെ നമുക്ക് കളയും. അപ്പോൾ ഭയങ്കര മെനക്കെട്ട പണിയായി ഈ കൊഞ്ച് പൊളി. ഇങ്ങനെ ഇതുപോലെ വലിയതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ ചെറിയ കൊഞ്ചല്ലേ, അതുകൊണ്ട് നമുക്ക് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ കൊഞ്ചെല്ലാം പൊളിച്ച് വെച്ച് ഇനി നമ്മൾ 5-6 ഉള്ളി പൊളിക്കുക. ഉള്ളി പൊളിച്ചിട്ട് കൊഞ്ചിൻ തീയലിനിടാനായിട്ട്. അപ്പം ഞാൻ ബാക്കിയൊക്കെ കൊഞ്ച് വെക്കുമ്പം കാണിക്കും. അപ്പം നമ്മുടെ അങ്ങനെ കൊഞ്ച് ഉള്ളിയും കൂടെ ഞാനെല്ലാം കഴുകി എടുത്തിട്ട് ഇനി നമുക്കത് അടുപ്പിലോട്ട് വെക്കാൻ. നമുക്ക് ഈ ചൂട് കൊണ്ടൊന്നും തോന്നിക്കുന്നില്ല, ജോലിയൊന്നും ചെയ്യാൻ തോന്നത്തില്ല. ഡൽഹിയിലെ ചൂടിൻ്റെ 3 ഇരട്ടി ചൂടുണ്ട് ഇവിടെ. നാട്ടിൽ വന്നപ്പം വിചാരിച്ച നാട്ടിൽ ചൂടില്ലെന്ന്. എൻ്റെ അമ്മോ, നിൽക്കാൻ വയ്യ ചൂട് കൊണ്ട്, വേർത്ത് ഒഴുകുകയാണ്. അപ്പം നമ്മൾ ഈ കൊഞ്ചും ഇതും കൂടെ ഉള്ളിയും കൂടെ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് തീയലിന് അടുപ്പിലോട്ട് വെക്കാം. അപ്പം നമ്മുടെ കൊഞ്ച് വെച്ചടുപ്പിൽ അതിനകത്തൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും പാത്രത്തിൽ ഇടാൻ പോലും ഒത്തിരി ടിന്നൊക്കെ മേടിക്കണം. ഇനി ടിന്നൊന്നുമില്ല അതിൽ. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടു. ഇനി ഈ മീൻ ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നമ്മൾ തേങ്ങ ഒരു വലിയ മുറി തേങ്ങ എല്ലാം വറുത്ത് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് അതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം, അരച്ചെടുക്കണം. നമ്മുടെ കൊഞ്ച് ഇരുന്ന് തിളയ്ക്കുന്ന പിന്നെ നമ്മൾ ഒരു ശകല പുളിയും കൂടെ, പിഴുപുളിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇച്ചിരി പുളിയും കൂടെ ചേർക്കും. നമ്മളൊരു മുരിങ്ങയ്ക്കായ കൂടെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ മുരിങ്ങയ്ക്കായ കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇതിനി ഒന്നുകൂടെ ഇതൊന്ന് വേവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നമ്മുടെ കൊഞ്ച് തീയലല്ല, കൊഞ്ചൊക്കെ വെന്തെന്ന് തോന്നുന്നു. കൊഞ്ചൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുളിയൊക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്തതായിരുന്നു, എല്ലാം പുളിയൊക്കെ. അപ്പം നമുക്കിനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൊഞ്ചിൻ്റെ ഇത് വെള്ളം തൊടിക്കാതെ നമ്മൾ തേങ്ങ തന്നെ വറുത്തരച്ച് അപ്പം നമുക്കൊരു ശകലം വെള്ളവും കൂടി ഇതൊന്ന് ഈ ജാറൊന്ന് കഴുകി വരും.
നമ്മളെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു. നമ്മുടെ കൊഞ്ച് തീയിലൊന്ന് തിളയ്ക്കാം. ഇച്ചിരി വെള്ളവും കൂടി. ഇപ്പം നമ്മുടെ കൊഞ്ച് തീയലെല്ലാം റെഡിയാണ്.